ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അധികം ചേരുവകളൊന്നുമില്ല, കറിയില്ലാതെ കഴിക്കാൻ, എന്നാൽ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയണം. അത്രയ്ക്കും ഈസിയാണ്. ഒന്നോ രണ്ടോ ചേരുവകൾ മാത്രം മതി. അത് എപ്പോഴും വീട്ടിൽ കാണുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. കാണുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ലൈക്ക് തന്നിട്ട് വേണേ കണ്ടു നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം കൂട്ടുകാരെ. ഒരു പാത്രം എടുക്കുക, അതിലോട്ട് ഒരു 1/4 കപ്പ് ഇളം ചൂട് പാൽ ഒഴിച്ച് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇളം ചൂട് പാൽ തന്നെ എടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം. ഇതിലോട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി അതേപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നുള്ളത്. അത് 1 ടീസ്പൂൺ ഉണ്ട്. അതും കൂടി നമുക്ക് നല്ലവണ്ണം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. 2 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഈസ്റ്റൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കയ്യിലുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് കറുത്ത എള്ള്, ഇല്ലെങ്കിൽ കരിഞ്ജീരകം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കുക. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ കരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ആ കരിഞ്ജീരകം വരെ അവർ കഴിച്ചോളും. നല്ലൊരു ഫ്ലേവറും കൂടിയാണ് ഇതിൽ ആ കരിഞ്ജീരകം ചേർത്താൽ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട്. അധികം ചേരുവകളൊന്നുമില്ല. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ളത് മൈദയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മൈദയിലാണ് ഇത് ചെയ്യുന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ഡോ പോലെ ആക്കിയെടുക്കണം. ആദ്യം സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് കട്ടിയായി തുടങ്ങുമ്പോഴത്തേക്കും കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നല്ലവണ്ണം മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് ഞാൻ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് കുഴച്ചിട്ട് വരാം. പിന്നെ കൂടുതൽ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ മുഴുവൻ പൊടിയെല്ലാം ചേർക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ല കട്ടിയാണല്ലോ, അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്, ചൂടുവെള്ളമല്ല കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു മാവാക്കി മാറ്റാം. നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങളുടെ ചൂടുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി കിട്ടും. അല്ലാതെ തണുപ്പുള്ള പ്രദേശമാണെങ്കിൽ 1.5 തൊട്ട് 2 മണിക്കൂർ വരെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് എത്ര ടൈമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നല്ലൊരു ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടുന്നു വിചാരിക്കുന്നു. മൂടി വെച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. അതായത് എനിക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിത് നോക്കാം. നല്ല പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 പോർഷൻ ആക്കിയിട്ട് മാറ്റാം. ഇങ്ങനെ 2 പോർഷൻ ആക്കുന്നത് പരത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അധികം തിന്നാവണ്ട, എന്നാൽ അധികം തിക്കുവാണ്ട. ഞാൻ കാണിച്ചു തരാം എത്രത്തോളം പരത്തണമെന്ന്. ഞാൻ അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും തിക്കിൽ വേണം കേട്ടോ പരത്താനായിട്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു മൂടി വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ നമുക്ക് നല്ലവണ്ണം മുറിഞ്ഞ് കിട്ടും. ഞാൻ എല്ലാം ഇതേപോലെ പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയുടെ മഞ്ഞക്കുരു മാത്രമാണ്. വെള്ളം ഞാനിപ്പോൾ എടുത്തിട്ടില്ല. അതിലോട്ട് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കുക. ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ കലക്കിയെടുത്താൽ എളുപ്പമായിരിക്കും. ഇതേപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇതിന് മുകളിലോട്ട് നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം. എല്ലാത്തിനും മുകളിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇതേപോലെ. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അങ്ങനെ എല്ലായിടത്തും തേച്ചിട്ട് ഇപ്പം എല്ലായിടത്തും തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി കരിഞ്ജീരകം എടുക്കുക. അതിന് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതേപോലെ
നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്, അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഹെൽത്തി ആണല്ലോ കരിഞ്ജീരകം എന്ന് പറയുന്നത്. നമുക്ക് അല്പം വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കാം. കൂടുതൽ ചൂടാവണ്ട, ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം തീയൊന്ന് കുറച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് അധികം വെന്തിട്ടില്ല, പൊങ്ങിയ ഉടനെ തന്നെയാണ് ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്ക് ലൈറ്റ് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉണ്ടല്ലോ, ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കാത്ത ഒരു റെസിപ്പിയും കൂടിയാണ്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. എല്ലാം ഉണ്ടാക്കി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല എളുപ്പത്തിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഏത് കറിൻ്റെ കൂടെയും, കറി ഇല്ലാതെയൊക്കെ കഴിക്കാം. ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് തുറന്നിട്ടുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താക്കുന്നു ചിന്തയൊന്നും വേണ്ട, ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും സന്തോഷം, നമുക്കും സന്തോഷം, പണി ഒത്തിരി ലാഭവുമാണല്ലോ. അപ്പോൾ തീർച്ചയായും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അത്രയ്ക്ക് നല്ല ബോളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോയും കണ്ടു നോക്കണേ.